കൃപാസിദ്ധി ഇല്ലേ? 18-ാം അധ്യായത്തിൽ മാതാജി പറഞ്ഞതാണ് കറക്റ്റ്. 18-ാമത്തെ അധ്യായത്തിൽ 74-ാം ശ്ലോകം എടുത്തട്ടെ. 73, 74 ശ്ലോകം വായിച്ചിരുന്നു അല്ലേ? ഹരേ കൃഷ്ണ, വായിച്ചിരുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല പ്രഭു, വായിച്ചൊന്നുമില്ല. ആഹാ, എന്നാ എടുത്താട്ടെ. 73, 74 ശ്ലോകങ്ങൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ നോക്കുമ്പം ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഞാൻ പറഞ്ഞത് 73, 74. ആ ഹരേ കൃഷ്ണ പ്രഭുജി, ആ വായിച്ചോട്ടെ. ആ പ്രഭു കരുണയെ പറ്റി പറയണേന്ന് ഓർമ്മിപ്പിക്കണേന്ന് പറഞ്ഞായിരുന്നു പ്രഭുവേ. എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ കരുണയെ പറ്റി ഓർമ്മിപ്പിക്കണേന്ന് പറഞ്ഞായിരുന്നു. അതാ പറയുന്നത്, അതാ പറഞ്ഞു വരുന്നേ. ഹരേ കൃഷ്ണ, വായിച്ചാട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമ. 73-ാമത്തെ ശ്ലോകം. നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. ഹരേ കൃഷ്ണ. അർത്ഥം വായിക്കണം പ്രഭുജി. ട്രാൻസ്ലേഷൻ വായിച്ചു. അർജുനൻ പറഞ്ഞു, ശ്രീല പ്രഭാതിക്ക് ജയ്, ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം വായിക്കണോ? ഒരുപാടുണ്ടോ? കുറച്ച്. ശരി, അതവിടെ നിൽക്കട്ടെ. 4 പാരഗ്രാഫ് ഉണ്ട്. അവിടെ നിൽക്കട്ടെ. അവിടെ വന്നത് 2 തരത്തിലുള്ള കൃപയാണ്. സഞ്ജയന് എങ്ങനെ കൃപ ലഭിച്ചു? ഇന്നത്തെ ടോപ്പിക്കിന്റെ സൺഡേ ഇത് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ചോദ്യോത്തരങ്ങൾ കാണുമെന്നർത്ഥം. സഞ്ജയന് എങ്ങനെയാണ് കൃപ കിട്ടിയത്? ആരിലൂടെയാണ് കൃപ കിട്ടിയത്? വ്യാസമഹർഷിക്ക് എവിടെ നിന്ന് കൃപ കിട്ടി? അപ്പൊ അതത്രേ അവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പകൽ സംസാരിക്കാം. അപ്പം 2 തരത്തിലുള്ള കൃപ: കൃപാസിദ്ധി, സാധനാസിദ്ധി. കൃപാസിദ്ധി, സാധനാസിദ്ധി വരുമ്പോൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി, ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ 16 റൗണ്ട് നാമജപം, ഭഗവാനുള്ള നിവേദ്യം, സത്സംഗം, ഭക്തിയുത സേവനം, ഈ രീതിയിൽ പോകുമ്പോൾ ഇതിനെ സാധനാസിദ്ധി എന്ന് പറയും. കൃപാസിദ്ധിയോ ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുന്നേ. അതെങ്ങനെ കിട്ടും? ഭക്തിയുടെ സേവനത്തിൽ കൂടെ. അതെങ്ങനെയുള്ള ഭക്തിയുത സേവനം? ഏതു നേരവും ഭഗവാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഭഗവത് സ്മരണ മാത്രമേ എനിക്കുള്ളൂ. അർജുനനെ പോലെ ഭഗവാനെ എനിക്ക് ആശ്രയമുള്ളൂ, മറ്റാരും എനിക്ക് ആശ്രയമില്ല എന്ന് ഗജേന്ദ്രൻ അവിടെ കാണിച്ചതുപോലെയുള്ള തരത്തിലുള്ള ഒരു ഭാവപ്രകടനം വരുമ്പോൾ മാത്രമേ അത് കൃപാസിദ്ധിയിൽ എത്തുകയുള്ളൂ. ശരിയോ തെറ്റോ? ശരിയാണ് പ്രഭു. ആ കൃപയാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്.
ആ കൃപയിലേക്കുള്ള കലിയുഗത്തിൽ ആ കൃപയിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പം കലിയുഗത്തിൽ അന്നേരം സാധനാസിദ്ധിയിലൂടെ മാത്രമേ കൃപാസിദ്ധിയിൽ എത്താനും സാധിക്കുകയുള്ളൂ. ആണോ അല്ലേ? ആണ് പ്രഭു. ചില സമയത്ത് നമുക്ക് ആ കൃപ നഷ്ടപ്പെട്ടു അപ്പം പോകുന്നു പ്രഭു. അപ്പം എന്തോ കൃഷ്ണ. എന്തോ ചില സമയത്ത് ആ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നുന്നു. എന്തുകൊണ്ട്? അത് പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടായിരിക്കാം പ്രഭു. ശരി, മായ നമ്മളെ കൂടിയിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതെല്ലാം റെഡിയാക്കി വെച്ചേരെ. നമ്മൾ ശ്ലോകം 3:6 നമ്മൾ കടക്കുന്നു. നിക്ഷേത്രിയാം മഹീം കുറുവൻ രാമശസ്പൃതാംബരക നിർമ്മാണം. ആരാ വായിക്കുന്നത്? ദശമസ്കന്ധം. നിക്ഷേത്രിയാം മഹീം കുറുവൻ രാമശസ്ത്രഭൃതാംബരഃ നൃപാണാം രുദ്രൗഖേന യത്രാ ചക്രേ മഹാഹൃദാൻ. എടുത്തോ? എടുത്തു പ്രഭുജി. വായിച്ചോട്ടെ. നമോ ഭഗവതേ വാസുദേവ. ഗുരുഭ്യോ നമഃ. ഭാഗവതം ശ്ലോകം 3:6. ക്ഷത്രിയാം മഹിം കുർവൻ രാമശസ്ത്രം വൃതാംബരഃ നൃപാണാം രുതിരൗഘേണ യത്ര ചക്രേ മഹാഹൃദാൻ. ഈജേ ച ഭഗവാൻ രാമോ യത്ര പൃഷ്ടോ വികർമ്മണ ലോകം സംഗ്രഹയന്നീശോ യജ്ഞാനോ അഖാപനുത്തമേ ഉത്തയേ മഹിത്യാം തീർത്ഥയത്രായാം തത്രാഗൻ വർദ്ധീജവ പ്രജാഃ വൃഷ്ണയശ്ച തഥാ ക്രൂരം വാസുദേവാഹുഘാതയഃ യയുർഭാരത തത്ക്ഷേത്രം സ്വമഘം ക്ഷമപ്രീഷഭൈഷ്ണവഃ ഗതപ്രത്യുമന സാമ്പാദ്യഃ സുജദ്രസൂഖസാരണൈഃ ആസ്തേ അനിരുദ്ധോ രക്ഷായാം കൃതവർമാ ച യൂദ്ധഭഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ആസ്തേ അനിരുദ്ധോ രക്ഷായാം കൃതവർമാ ച യുദ്ധഭഃ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അതിന്റെ ശബ്ദാർത്ഥവും വിവർത്തനം ഒന്ന് വായിച്ചോട്ടെ. ഭൂമിയിൽ നിന്ന് എല്ലാ രാജാക്കന്മാരെയും കൊന്നൊടുക്കിയതിനു ശേഷം മഹായോദ്ധാവായ പരശുരാമൻ ആ രാജാക്കന്മാരുടെ രക്തത്താൽ വൻ തടാകങ്ങൾ സമന്ത പഞ്ചകത്തിൽ ഉണ്ടാക്കി. കർമ്മഫലങ്ങൾ തന്നെ ബാധിക്കയില്ലെങ്കിലും സാമാന്യ ജനങ്ങളെ നിർദ്ദേശിക്കാനായി പരശുരാമൻ അവിടെ യാഗങ്ങൾ അനുഷ്ഠിച്ചു. പാപമോചനത്തിനായി ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം പെരുമാറി. ഈ സമന്തപഞ്ചകത്തിലേക്ക് ഇപ്പോൾ ഭാരതവർഷത്തിലെമ്പാടും നിന്ന് അനേകം ജനങ്ങൾ തീർത്ഥാടനത്തിനായി എത്തിച്ചേർന്നു. ഹേ ഭരതവംശജ, ഈ തീർത്ഥത്തിൽ വന്നവരിൽ ഗദൻ, പ്രത്യുപ്നൻ, സാമ്പൻ തുടങ്ങിയ അനേകം വൃഷ്ണികളും പാപമോചനം പ്രതീക്ഷിച്ച് എത്തിയിരുന്നു. അക്രൂരൻ, വസുദേവൻ, ആഹുകൻ എന്നിങ്ങനെയുള്ള രാജാക്കന്മാരും അവിടെ വന്നിരുന്നു. അനിരുദ്ധൻ നഗരത്തെ കാക്കുവാനായി സുചന്ദ്രൻ, സുഗൻ, സാരണൻ എന്നിവരോടും സർവ സൈന്യാധിപനായ കൃതവർമാവിനോടുമൊപ്പം ദ്വാരകയിൽ തങ്ങി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം വായിക്കണം. ശരി, ഒരു ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശിലപ്രപാദിക്ക്. ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധൻ നഗര സംരക്ഷണത്തിനായി ദ്വാരകയിൽ തുടർന്നത് അദ്ദേഹം ആധ്യാത്മിക ലോകമായ ശ്വേതദീപത്തെ പരിപാലിക്കുന്ന രൂപത്തിലുള്ള മഹാവിഷ്ണുവിന്റെ അവതാരമായതിനാലാണ്. ഈ അഭിപ്രായം ശ്രീല വിശ്വനാഥ ചക്രവർത്തിയുടേതാണ്. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭു അധ്യായം ഒന്നുകൂടി പറയൂ പ്രഭു. എന്തോ? അധ്യായം ഒന്നുകൂടി പറയൂ. 10ാമത്തെ സ്കന്ധം 82ാമത്തെ അധ്യായം. അതായത് അന്നേരം 4ാമത്തെ ഭാഗം വരും. ദശമസ്കന്ധം 4ാമത്തെ ഭാഗത്തിലാണ് 82ാമത്തെ അധ്യായം വരുന്നത്. ഹരേ കൃഷ്ണ. ഇവിടെ എല്ലാവരും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ
സമന്ത പഞ്ചകം എന്ന തീർത്ഥത്തിൽ എ- എത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പാവങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി. ഈ സമന്ത പഞ്ചകം ആരാ ഉണ്ടാക്കിയത്? വന്നിരിക്കുന്നത് പരശുരാമൻ. 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 എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഭൂമിയിൽ നിന്ന് എല്ലാ രാജാക്കന്മാരെയും കൊന്നൊടുക്കിയതിനു ശേഷം ആ രാജാക്കന്മാരുടെ രക്തത്താൽ ആണ്, ആണ്. തടാകങ്ങൾ സമന്തപഞ്ചത്തിൽ ഉണ്ടാക്കി. പരശുരാമൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ക്ഷത്രിയരെ മുഴുവൻ വധിച്ചിരുന്നു. 9-ാമത്തെ സ്കന്ധത്തില് ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. 9-ാമത്തെ സ്കന്ധത്തില് 16-ാമത്തെ അധ്യായത്തിൽ 18, 19 ശ്ലോകം എടുത്താട്ട്. നവമസ്കന്ധം 16-ാമത്തെ അധ്യായം 18, 19. തദ്രക്തേന നദിം ഘോരം അബ്രഹ്മ്യാഭയാവഹം ഹേതും കൃത്വാ പിതൃവധം ക്ഷത്രേ അമംഗളകാരിണി. ത്രിസപ്തകൃത്വാ പൃഥ്വീം കൃത്വാ. ആ വായിച്ചോട്ടെ, ക്ഷത്രിയാം പ്രഭു ആദ്യം തൊട്ട് വായിച്ചോട്ടെ. തദ്രക്തേന നദീം ഘോരം രാമബ്രഹ്മണ്യഭയാവഹാം ഹേതും കൃത്വാ പിതൃവ്രതം ക്ഷേത്രേമ അമംഗളകാരിണീം ത്രിസംതപ്ത കൃതപൃഥിവീം കൃത്വാ നിക്ഷത്രിയാം പ്രഭുഃ സമന്ത പഞ്ചകേ ചക്രേ ശോണിതോദാൻ ഹൃദാന്നവ. ട്രാൻസ്ലേഷൻ. വിവർത്തനം ശില്പവാദിക്ക്. ഈ പുത്രന്മാരുടെ ശരീരങ്ങളിലെ രക്തത്താൽ പരശുരാമ ഭഗവാൻ ബ്രാഹ്മണീയ സംസ്കാരത്തെ ബഹുമാനിക്കാത്ത രാജാക്കന്മാർക്ക് ഭയം ഉളവാക്കിയ ഘോരമായ ഒരു നദി സൃഷ്ടിച്ചു. ക്ഷത്രിയർ ഭരണകൂടത്തിൽ അധികാരമുള്ള ആളുകൾ പാപപ്രവൃത്തികൾ ചെയ്തിരുന്നത് മൂലം പരശുരാമ ഭഗവാൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ വധത്തിനുള്ള പ്രതികാരം എന്ന വാദത്തിൽ ഭൂമുഖത്തെ മുഴുവൻ ക്ഷത്രിയരെയും 21 വട്ടം തുടച്ചു നീക്കി. തീർച്ചയായും സമന്തക പഞ്ചകം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹം അവരുടെ രക്തത്താൽ 9 തടാകങ്ങൾ തീർത്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചാട്ടെ. ഭാവാർത്ഥം ശില്പവാദിക്ക്. പരശുരാമൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. പരിത്രാണായ സാധൂനാം വിനാശാച്ച ദുഷ്കൃതാം. ഭക്തരെ സംരക്ഷിക്കുകയും ദുഷ്കൃതികളെ നിഗ്രഹിക്കുകയും ആണ് അദ്ദേഹത്തിന്റെ ശാശ്വതമായ ദൗത്യം. എല്ലാ പാപികളെയും നിഗ്രഹിക്കുകയാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യങ്ങളിൽ ഒന്ന്. പരശുരാമ ഭഗവാൻ ക്ഷത്രിയ വർഗത്തെ മുഴുവൻ തുടർച്ചയായി 21 വട്ടം കൊന്നൊടുക്കി. എന്തുകൊണ്ടെന്നാൽ അവർ ബ്രാഹ്മണീയ സംസ്കാരത്തെ നിഷേധിക്കുന്നവരായിരുന്നു. ക്ഷത്രിയർ അദ്ദേഹത്തിന്റെ പിതാവിനെ വധിച്ചു എന്നത് ഒരു കേവല കാരണമായിരുന്നു. ഭരണവർഗമായ ക്ഷത്രിയർ കളങ്കിതരായി എന്നതും അവരുടെ അവസ്ഥ അശുഭകരമായി തീർന്നു എന്നതുമായിരുന്നു യഥാർത്ഥ കാരണം. ബ്രാഹ്മണീയ സംസ്കാരം ശാസ്ത്രങ്ങളിൽ പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് പരശുരാമന്റെ കാലത്തായാലും ഇന്നായാലും ഭരണകൂടം ബ്രാഹ്മണീയ സംസ്കാരത്തെ ഗൗനിക്കാതെ നിരുത്തരവാദപരവും പാപവെങ്കിലവും ആകുന്ന പക്ഷം തീർച്ചയായും അഗ്നിയുടെയോ ക്ഷാമത്തിന്റെയോ കഠിനമായ സാംക്രമിക രോഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിപത്തിന്റെയോ രൂപത്തിൽ വിനാശമുണ്ടാക്കുന്നതിനായി പരശുരാമനെ പോലെ ഈശ്വരന്റെ ഒരവതാരം ഉണ്ടാകും. ഭരണകൂടം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പരമാധികാരത്തെ അനാദരിക്കുകയും വർണ്ണാശ്രമ ധർമ്മത്തെ സംരക്ഷിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ അതിന് പണ്ട് പരശുരാമ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട പോലുള്ള മഹാവിപത്തുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ കാണുന്ന സഹിക്കാൻ പറ്റാത്ത, ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ വളരെ സെൻസിറ്റീവായിട്ട് ചിന്തിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഇന്ന് അത്യധികം വരൾച്ച അനുഭവപ്പെടുന്നു, അത്യധികം ചൂടനുഭവപ്പെടുന്നു? ധർമ്മം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സത്യമാണ് പറയുന്നത്. ധർമ്മം നഷ്ടപ്പെടുമ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകും. ഞാൻ ഈ അടുത്തിടയ്ക്ക് യാദൃച്ഛികമായിട്ട് ഒരു വീട്ടിലെത്തുകയും
കാര്യങ്ങൾ സംസാരിക്കുന്ന വഴിക്ക് അറിയാതെ ഭഗവത്ഗീതയും ഭാഗവതവും സംഭവിക്കുകയും ചെയ്തു. മനഃപൂർവ്വം എടുത്തിട്ടതല്ല. അവിടെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു, നിങ്ങൾ ബ്രാഹ്മണിക്കൽ കൾച്ചർ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി സമ്പ്രദായം കൊണ്ടുവരുന്നു, പഴയ ജാതി സമ്പ്രദായം കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം വളരെ മറ്റു ഉപനിഷത്തുക്കളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ട് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ഭഗവത്ഗീത വായിച്ചിട്ടില്ല. ഭഗവത്ഗീത വായിച്ചിട്ടില്ല, ബാക്കി സംഭവങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീത കേട്ടിട്ടുമില്ല, കേൾക്കാനൊട്ട് ആഗ്രഹവുമില്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു, ബ്രാഹ്മണ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ, ഇത്രയേ ഉള്ളൂ. ശരിയല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അതൊരു കണ്ടംപനേറ്റഡ് അല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കുന്നതിനെയാണ്, നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെയാണ്, ആ ഉയർത്തുന്നതിൻ്റെ മുകളിലെത്തുന്നതിനെയാണ് ബ്രാഹ്മണ സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. മറ്റൊരു ജന്തുവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തിൽ പെള്ളാതിരിക്കുക, മറ്റൊരു ജീവിയുടെ വേദനകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക, അതേസമയം മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക, ഈ ലോകത്തിൻ്റെ എല്ലാം സമാധാനത്തിനും സൃഷ്ടിക്കും നിലനിൽപ്പിനും അല്ലെങ്കിൽ കാരണകനായ ഭഗവാന് സേവനം ചെയ്യുക, സ്തുതിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ശരിയോ തെറ്റോ? ആണോ അല്ലേ? ആണോ അല്ലേ? ശരിയാണ് പ്രഭു. ഹരേ കൃഷ്ണ ശരിയാണ് പ്രഭു. പ്രഭു. നമ്മള് മറ്റൊരു ജീവിയുടെ വേദന നമ്മള് ഹൃദയത്തിൽ പുരളാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് വേദന കാണത്തില്ലേ പ്രഭു? അല്ലാതെ നമ്മൾ കുറെ വേദനകളൊക്കെ കാണത്തില്ലേ? ആ അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിൽ വരുത്തില്ലേ? അതെങ്ങനെയാണ് പ്രഭു? ഹരേ കൃഷ്ണ. എങ്ങനെ എൻ്റെ ചോദിച്ചതാണോ? പറഞ്ഞാട്ട്. പ്രഭു ആ പ്രഭു ഇപ്പൊ പറഞ്ഞില്ലേ മറ്റൊരു ജീവിയുടെ വേദന നമ്മുടെ ഹൃദയത്തിൽ പുരളാതിരിക്കുക എന്ന്. ആ നമ്മൾക്ക് മറ്റുള്ള വേറെ ജീവികളുടെയൊക്കെ വേദനകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലല്ലേ ആ വേദനകൾ സൃഷ്ടിക്കുന്നത്? ഉം. അപ്പോഴും അതെങ്ങനെയാണ് പ്രഭു? ഹരേ കൃഷ്ണ. വൈഷ്ണവന്റെ ധർമ്മം എന്തുവാ? പരദുഃഖ ദുഃഖി. അപ്പൊ നമ്മൾ ആ ഹൃദയത്തിൽ വേദന എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? എന്താ? നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. പക്ഷെ നമ്മൾ എന്താണ് എൻ്റെ ആക്ഷൻ? എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ വേദനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അവര് ഭഗവാനോട് അവരുടെ ധർമ്മം ഒരു മിനിറ്റ് റൂട്ടിൻ പിടിക്കുന്നത് നേരെ വേണം. അവന്റെ വേദനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇതല്ല എൻ്റെ ഉത്തരം വരേണ്ടത്. അതിൻ്റെ പ്രൊസീജിയറാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അവൻ്റെ വേദനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. നമ്മൾ പോകുമ്പം നമ്മുടെ ബ്രെയിനിൽ വെറുതെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. അവൻ്റെ വേദനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. എന്തായിരിക്കണം, എന്താകും? ഇന്ന് ഭഗവാനോടൊരു കൺവെർസേഷൻ ഉണ്ടായിട്ട് വേണം അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. ആണോ അല്ലേ? അതെ അതെ പ്രഭു. നമ്മൾ ഈ എല്ലാത്തിനും ആൻസർ ഹരേ കൃഷ്ണ ജപിക്കുക എന്നുള്ളതല്ല ഡയറക്റ്റ് വരേണ്ടത്. അവൻ്റെ വേദനയെ ശമിപ്പിക്കുക, അല്ലെങ്കിൽ വേദനയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മമാണ് അതാണ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന് ഉള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് നാമജപം. അതായത് ഭഗവാനുമായിട്ടുള്ള കൺവെർസേഷനാണ്. അവന് വേണ്ടിയിട്ട് ഭഗവാനിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നു എന്ന് പറയുന്നത്. ആണോ അല്ലേ? അതെ പ്രഭു. ഇത്രയേ ഉള്ളൂ കാര്യം. ബാക്കി നമ്മൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മെറ്റീരിയലി അവരെ സഹായിക്കണം. മെറ്റീരിയലി സഹായിക്കണം. എല്ലാം ഭഗവാൻ നോക്കിക്കോളൂ എന്നല്ല പറയേണ്ടത്. അല്ലെങ്കിൽ അത് അവൻ്റെ കർമ്മമാണ്,
നമ്മൾ ആ കർമ്മത്തിൽ എന്തിനാ നമ്മൾ കൈവെക്കുന്നതെന്നല്ല പറയേണ്ടത്. അത് കർമ്മവും കർമ്മത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങളെല്ലാം അത് ഭഗവാനുള്ളതാണ്. നമ്മൾ അതിനകത്ത് കൈവെക്കേണ്ട ആവശ്യമില്ല. അതേസമയം മറ്റുള്ളവരെ സഹായിക്കുക, അവരോട് അനുകമ്പ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മവും. എന്താ ജയദായനി മാതാജി എന്തോ പറയാൻ ശ്രമിച്ചു. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, നമ്മളിപ്പോ ഇപ്പൊ ജീവകാരുണ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും, പ്രത്യേകിച്ച് ഡിവോട്ടീസ് ഒക്കെ. അപ്പോ ഈ നമ്മളൊക്കെ യാത്രയില് മിക്കവാറും നമ്മൾ നിത്യവും കാണുന്ന കാഴ്ചകളിലൊന്നാണ് പട്ടി കുട്ടികള്, പൂച്ചക്കുട്ടികളൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച് വഴിയിൽ ഇങ്ങനെ കിടക്കും. അവരൊക്കെ വിശന്നിട്ടും വെള്ളത്തിന് വേണ്ടിയൊക്കെ ദാഹിച്ചിട്ടും. പക്ഷെ നമുക്ക് അവരെ എന്ന് സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ ആരെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവയൊക്കെ നമുക്ക് വളർത്തിയാൽ നമുക്ക് അതിനോട് ഒന്നും ചെയ്യാൻ അറ്റാച്ച്മെന്റ് പറ്റില്ല. വെക്കേണ്ടി വരും. കലിയുഗമാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റില്ല. പക്ഷെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രഭു അതിനോട് ജീവകാരുണ്യം നമ്മൾ എങ്ങനെയാ കാണിക്കുക പ്രഭു? അതൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് പ്രഭു. അവിടെയാണ് ജനാധിപത്യ വ്യവസ്ഥിതി വന്നിരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അവരുടെ കാരുണ്യത്തിനായിട്ട് റെപ്രസെൻറ്റേറ്റീവിനോട് സംസാരിക്കുക, അത്ര തന്നെ കാര്യം, വേറൊന്നും ചെയ്യാനില്ല. എന്താ ഹിസ് ആദികർത്ത ഗോപാലദാസ് പ്രഭു എന്താ പറയുന്നത്? അല്ലാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഉപദ്രവിക്കും. ഉപദ്രവിക്കുന്നില്ല, കുഞ്ഞു കുട്ടികളായിരിക്കും ചിലപ്പോൾ കുഞ്ഞു ഉപേക്ഷിക്കുക. കുട്ടികളാണെങ്കിലും എങ്ങനെയാണെങ്കിലും മാതാജി, പണ്ടൊരു സന്യാസിയുടെ കഥ അറിയാമോ? സന്യാസി, ആരെയും ഉപദ്രവിക്കാത്തൊരു സന്യാസിയുടെ താടിയിൽ ഒരു ഉറുമ്പ് കയറിയ കഥ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. കൂട്ടത്തോടെ അവസാനം കൊല്ലേണ്ടി വന്നു. ഭക്തിയുത സേവനത്തിന് മുന്നോട്ട് പോകുമ്പോൾ അത് പ്രായോഗികമായിരിക്കണം. കലിയുഗമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജീവകാരുണ്യ പ്രവർത്തനം എന്ന് അവിടെ പറയുന്നത് ജനപ്രതിനിധികളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അതേ വഴിയുള്ളൂ. ഈ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാല് അവരും അതിനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സംഘടന മുന്നോട്ട് എന്തെങ്കിലും വന്നില്ലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മൾ കൂലംകുഷിതമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം വ്യാപൃതമാകുക, അത് ആത്മാർത്ഥമായിട്ട് ധാർമ്മികമായിട്ട് ചെയ്തു വെക്കുക. ചിലപ്പോൾ ഇവറ്റകളെല്ലാം ക്ഷുദ്രജീവികളായും മാറിയും വരും. മനസ്സിലാവുന്നുണ്ടല്ലോ മാതിരിക്ക്? പല തെരുവിൽ കാണുന്ന ഇതേപോലെ പല ജീവകാരുണ്യവും ചിന്തിച്ചിട്ട് പോയി സഹായിക്കുകയും തിരിച്ച് ഉപദ്രവം കിട്ടുകയും ചെയ്യുന്ന രംഗങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. പ്രഭു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് പോകണം, പറഞ്ഞിട്ട് മതി. പിന്നെ ഞങ്ങളുടെ വീട്ടില് ആണെങ്കിൽ പിന്നെ നിത്യവും ഓരോ എലിയെ കൊല്ലുന്നുണ്ട്. എന്തോ എലിയെ വില്ല് വെച്ച് അടിച്ചു കൊല്ലുന്നു. അത് എന്നെ ബാധിക്കുമോ? എനിക്ക് ഇഷ്ടമല്ല അത് ചെയ്യുന്നതും കാണാനും ഇഷ്ടമല്ല. പക്ഷെ വീട്ടില് ഗൃഹനാഥൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഓരോ ദിവസവും അത് എന്നെ ബാധിക്കുമോ? എനിക്ക് വിഷമമുണ്ട്. സങ്കീർണമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇവരെല്ലാം ക്ഷുദ്രജീവികളാണ്. ക്ഷുദ്രജീവികൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ മറ്റൊരു വഴിയില്ല. കൂടുതൽ ചിന്തിക്കണ്ട. ശരി. ഹരേ കൃഷ്ണ. കാട്ടിൽ കൊണ്ട് കിട്ടിയിട്ടുണ്ട് പ്രഭു. ജീവനോട് സഞ്ചിക്കകത്തൊക്കെ ഇട്ടിട്ട് കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുരളീനാഥ് കൃഷ്ണദാസ് പ്രഭു പറഞ്ഞു എലിയെ കൊല്ലാം, അതുകൊണ്ട് എല്ലാത്തിനെയും കൊന്നു എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വളരെയധികം ശല്യം ചെയ്യുന്ന ചില ജന്തുക്കളെ ക്ഷുദ്രജീവികൾ എന്ന് പറയും. അപ്പോൾ ആ ക്ഷുദ്രജീവികളെ നമുക്ക് മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ഭക്തിയുത സേവനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ടെൻഷൻ എടുക്കാതിരിക്കുക.
ഒരു വൈഷ്ണവന്റെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വഴിയെ കൂടെ നടക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ഒരിക്കലും ഒരിടത്തുനിന്ന് എഴുന്നേക്കാൻ സാധിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നിരത്ത് കാല് ചവിട്ടാൻ സാധിക്കത്തില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പല രീതിയിൽ, അതുകൊണ്ടാണ് അതേസമയം ഇതെല്ലാം പാപവും കൂടിയാണ്. അതേസമയം ഇതെല്ലാം പാപവും കൂടിയാണ്. ഒരേ സമയം നമുക്ക് വധിക്കാമെന്ന് പറയുന്നു, അതേസമയം പാപവും കൂടിയാണ്. അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ ഇഷ്ടപ്രകാരം വധിക്കുകയാണ് ആയിരുന്നെങ്കിൽ അർജുനൻ മഹാപാപിയായി തീർന്നേനെ. ശരിയല്ലേ പറഞ്ഞത്? ആണോ അല്ലേ? അതേസമയം അർജുനൻ വധിച്ചത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. കാര്യം ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചു. ഇവിടെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് പാപമാണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ ആ പാപം ചെയ്യുന്നു. പാപമാണെന്ന് അറിഞ്ഞിട്ട് കൂടി ആ പാപം ചെയ്യുന്നു. അപ്പോൾ ആ പാപ പരിഹാരത്തിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ നമ്പർ ഓഫ് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൂട്ടിയെടുക്കുക, കൂട്ടിജീവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. നമ്മുടെ കർമ്മവും പ്രതിപ്രവർത്തനവും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അധികമാണ്, വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ നമ്മളെ ഉപദേശിച്ച്, ഗുരുക്കന്മാർക്ക് അറിയാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മിനിമം 16 റൗണ്ടെങ്കിലും നാമം നമ്മൾ ജപിക്കണം എന്ന് പറയുന്നത്. വെറുതെ ഗുരുക്കന്മാർ ദീർഘദൃഷ്ടിയോടെ സംസാരിക്കുന്ന കാര്യങ്ങളാണിത്. ഇതും കണ്ടിട്ട് നമ്മൾ വെറുതെ ഇരിക്കരുത്, അല്ലെങ്കിൽ ഇതും ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിൽ വെറുതെ ഇരിക്കരുത്. നാമജപം തന്നെ, നാമജപവും ഭക്തിയുത സേവനവും. ഇപ്പം വരുന്നത്, ഇത് മാധവ മാസം തുടങ്ങി. ഇന്നലെ മാധവ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്താ? വൈശാഖ മാസം അഥവാ മാധവ മാസം തുടങ്ങി. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പ്രധാനമായിട്ട് എന്തോ കൂടുതൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. കഴിഞ്ഞ ആഴ്ച തുടങ്ങി കേട്ടോ. കഴിഞ്ഞ ആഴ്ച തുടങ്ങി. മെയ് 16 വരെയുണ്ട്. എങ്ങനെയാ? ദാനം ചെയ്യണം. ദാനം ചെയ്യണം. അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേൽക്കണം, സ്നാനം ചെയ്യണം, മന്ത്രം ജപിക്കണം. വളരെ പ്രധാനമാണ്. അപ്പം അതിരാവിലെ തന്നെ 16 റൗണ്ടും ജപിച്ച് തീർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. പിന്നെന്താ? ദാനം. ദാനത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്നദാനം, വൈഷ്ണവദാനം, അതുപോലെ തന്നെ ജലം, കൊട, ചെരുപ്പ്. അതുപോലെ ഒരേ ഒരു പൂജയേ ഉള്ളൂ ശ്രേഷ്ഠമായി ഈ മാസത്തിൽ. ഏതാ? തുളസി ജലദാനം. അതെ, വിഷ്ണു പൂജ ഈ മാസത്തെ പ്രത്യേകതയാണ്. നരസിംഹ ജയന്തി വരുന്നു പ്രഭു. അത് നരസിംഹ ജയന്തി ഉണ്ട്. നരസിംഹ ജയന്തി വരുന്നു, അത് വരട്ടെ. അപ്പം വിഷ്ണു പൂജ വളരെ പ്രധാനമാണ്. അതായത് വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം എന്നും വിഷ്ണു പൂജ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിൽ നിന്നും റൗണ്ട് കൂട്ടി ജപിക്കുക. നമ്മളതിനെ പരിഗണിച്ചു, നമ്മൾ ഈ മാസത്തെ വരവ് ചെയ്തു എന്നെങ്ങനെ നമുക്ക് അറിയിക്കാൻ സാധിക്കും? നമ്മൾ അറിയിക്കണ്ടേ? ഇത് മാധവമാസമാണ്,
ആ മാധവ മാസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ആ മാധവ മാസത്തെ ഞാൻ പരിഗണിക്കുന്നു എന്ന് പറയുമ്പം എന്നും ജപിക്കുന്നതിനേക്കാൾ ഒന്ന് കൂടുതൽ ജപിക്കുമ്പോൾ മാത്രമല്ലേ അതിനെ പരിഗണിച്ചു എന്ന് ഭഗവാനും തോന്നത്തുള്ളൂ. ആണോ അല്ലേ? ആണോ അല്ലേ? അതെ അതെ പ്രഭു, ശരിയോ തെറ്റോ? ശരിയാണ്. നമ്മൾ നമ്മുടെ സാന്നിധ്യം, അതായത് നമ്മുടെ സ്മാർട്ട്നെസ് അവിടെ കാണിച്ച് നമ്മളിൽ ശ്രദ്ധയുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് പെരുമാറണം. ആണോ? നമ്മൾ സ്മാർട്ടായിട്ട് പെരുമാറണം. ആ മാസത്തിൽ ഭഗവാന്റെ പ്രത്യേകം ശ്രദ്ധ നമ്മൾ പിടിച്ചെടുക്കണം. അപ്പോൾ സാധാരണ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾക്കുപരിയായിട്ട് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ആണോ അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് ശരിയാണ്. പ്രഭു. ഹരേ കൃഷ്ണ. ഇത്രയും മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പം മാതാജി പറഞ്ഞതിൻ്റെ ഒട്ട് നരസിംഹ ജയന്തി മാധവ മാസത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ ഈ മാസത്തിൽ എടുത്തിട്ടുണ്ട്. അത് ശ്രീബുദ്ധനാണെങ്കിലും ദത്താത്രേയനാണെങ്കിലും അന്നപൂർണേശ്വരി ആണെങ്കിലും എല്ലാം ഈ മാസത്തിലാണ് അവതാരങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. അവൻ തീർത്ഥസ്നാനം ചെയ്യുക എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, തീർത്ഥസ്നാനം ചെയ്യുക, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ഉപകരിക്കും എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും വലിയ തീർത്ഥസ്നാനം ഏതാ? ഏറ്റവും വലിയ തീർത്ഥസ്നാനം ഏതാ? ഒന്നുകൂടി. ഗയ ഗയ ആ നാമജപം. ഭാഗവതം വായിക്കുന്നേ. ഭഗവത്ഗീത. ഭഗവത്ഗീത. എല്ലാ തീർത്ഥങ്ങളും ഒത്തുകൂടുന്ന സ്ഥലം എന്ന് പറയുന്നത് വൈഷ്ണവർ ഒത്തുകൂടുന്ന സ്ഥലം. സത്സംഗം. സത്സംഗം. ഇത്രയേ ഉള്ളു കാര്യം. കൂലംകുഷിതമായിട്ട് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളൊരു സത്സംഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തീർത്ഥനദികളും, ഓരോ വൈഷ്ണവനും തീർത്ഥനദികളുടെ ഓരോ ശാഖകളാണ്. എല്ലാ തീർത്ഥസ്ഥലങ്ങളുടെയും പ്രതിനിധികളാണ് ഓരോ വൈഷ്ണവരും എന്ന് പറയുന്നത്. അവരെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഏറ്റവും വലിയ തീർത്ഥസ്ഥലം എന്ന് പറയുന്നത്. അവിടെ സാധാരണക്കാരായ നമ്മൾ എത്തുമ്പോഴോ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് കൂടിച്ചേർന്നിരുന്ന് നാമം ജപിക്കുമ്പോൾ, അവരുടെ കരങ്ങളിൽ നിന്ന് പ്രസാദം വാങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മൾ അറിയാതെ കുറഞ്ഞു വരികയാണ്. നീങ്ങിപ്പോകുന്നു. ഇത്രയുള്ള കാര്യം. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ശ്ലോകത്തിലോട്ട് പോകുന്നു. 9ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചാട്ടെ. ടോപ്പിക്കിലോട്ട് വന്നിട്ടില്ല ഇതുവരെ. തത്ര സ്നാത്വാ മഹാഭാഗോ. ആരെങ്കിലും വായിച്ചട്ടെ പ്രഭുജി. അമ്പലത്തിലേക്ക് പോകുന്നു. വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ഗുരുഭ്യോ നമഃ. അതല്ലേ തം ജ്ഞാത്വാ മനുഷ്യരാജൻ. 9ാമത്തെ ശ്ലോകം. തത്ര സ്നാത്വാ മഹാഭാഗ.
വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. തത്ര മകൻ സ്നാത് ഗുരുഭ്യോ നമ. തത്ര സ്നാത്വാ മഹാഭാഗാ ഉപോഷ്യാസു സമാഹിതഃ ബ്രാഹ്മണേഭ്യോ ദുദുർധേനുർവാസാസ്രഗൃമാലിനീം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. വിവർത്തനം ശീലപ്രഭാത് കെ ജി. ഹരേ കൃഷ്ണ. മഹത്തുക്കളായ യാദവന്മാർ സമന്തപഞ്ചകത്തിൽ കുളിച്ച് ശ്രദ്ധയോടെ ഉപവാസമനുഷ്ഠിച്ചു. അനന്തരം വിശേഷ വസ്ത്രങ്ങളും പൂമാലകളും സ്വർണമാലകളും അണിഞ്ഞ പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം ഉപവാസം ദിനം നമ്മൾ ഇതേപോലെ തീർത്ഥ സ്നാനം ചെയ്യണം, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കണം. അപ്പോൾ ഒന്നുകിൽ ക്ഷേത്രം അല്ലെങ്കിൽ അന്ന് അവിടെ നടക്കുന്ന സത്സംഗം ഓപ്ഷനല്ല, സത്സംഗവും ക്ഷേത്രദർശനവും മസ്റ്റാണ്. പിന്നെന്താ? ദാനം ചെയ്യണം, വളരെ അത്യാവശ്യം. യഥാശക്തി ദാനം ചെയ്യണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പശുക്കളെ, പിന്നെ ഗോദാനം എടുത്തു പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ സാധിക്കും ഗോദാനം? ഒന്നുകിൽ ഗോസേവയ്ക്കായിട്ട് നമുക്ക് യഥാശക്തി ചെയ്യാം. 2, നമ്പർ ഓഫ് പശുക്കളെ എങ്ങനെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കും? ഗോശാലയില് എന്തെങ്കിലും ദാനം കൊടുക്കും. പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ? സാധിക്കുമോ? ഹരേ പശുവിൻ കൃഷ്ണ പ്രഭുജി. അപ്പൊ ഈ എന്തോ പ്രഭുജി ഹരേ കൃഷ്ണ, അപ്പൊ നമ്മൾ ഈ പശുദാനം കൊടുക്കുക എന്ന് പറയുന്ന ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുമല്ലോ, അതും ഒരു പശുദാനം എന്ന് പറയുമല്ലോ, അതിൽ പെടുന്നതാണോ? മനസ്സിലായില്ല. അപ്പം നമ്മള് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിനെ പശുദാനം എന്ന് പറയാൻ പറ്റത്തില്ല. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു, പശുദാനം എന്ന് പറയാൻ അവിടെ പറ്റില്ല. പശുദാനം എന്ന് പറഞ്ഞിട്ടാ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതേ. അപ്പൊ അതെന്താ അങ്ങനെയെന്നുള്ളത്? അങ്ങനെ പറയോന്ന്? എങ്ങനെ മനസ്സിലായില്ല. ബ്രാഹ്മണർക്ക് പശുദാനം കൊടുക്കുക എന്ന് പറഞ്ഞു. വസ്ത്രങ്ങളും പണവും വെറ്റില, അടയ്ക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ബ്രാഹ്മണ വരുത്തിയിട്ട് അവർക്ക് അതിൻ്റെതായ ചുറ്റുവട്ടങ്ങൾ ചെയ്തിട്ട് ദാനം കൊടുക്കും. അപ്പൊ അതിന് പശുദാനം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടേക്ക് അങ്ങനെ എവിടെ പറഞ്ഞിരിക്കുന്നു? സ്ക്രിപ്ചറിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ഒരു മിനിറ്റ്. അത് നമുക്ക് അറിഞ്ഞൂടാ. ചെയ്തു വരുന്ന കാണുന്നതാണ്, നമ്മളിവിടെ ആചരിച്ചു പോരുന്നത് കാണുന്നതാണ്. അത് എന്താന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. ശരി, ഒരു മിനിറ്റ് സമാധാനമായിട്ട് ചോദിക്കും, സമാധാനമായിട്ട് ഉത്തരം പറയാം. പ്രഭു, ഗോദാനം എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ. ശരി, ഗോദാനം എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ നമുക്ക് വേണ്ടി ഓരോ പൂജ ചെയ്യും. എന്നിട്ട് പുള്ളിക്ക് നമ്മള് വസ്ത്രവും അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗോദാനം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അതൊരു കോമ്പൻസേഷൻ അല്ല. ഗോദാനം തന്നെയാണ്. അതുപോലെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളാണെങ്കിൽ മാതാജി പറഞ്ഞു കഴിഞ്ഞു, ഉത്തരം പറയട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ക്ഷമിക്കണം, പറയട്ടെ, അല്ലെങ്കിൽ നമുക്ക് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത്. ഇനി 10 മിനിറ്റ് അല്ലെങ്കിൽ ശ്രീ സാധികർത്താപ്പ് എൻ്റെ കഴുത്തിന് പിടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. സംസാരിച്ചു പോകുമ്പോൾ നമ്മൾ സംസാരിച്ച് നിൽക്കും. പറഞ്ഞത് ബ്രാഹ്മണദാനത്തിന് ഗോദാനം എന്ന് പറയത്തില്ല. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ബ്രാഹ്മണർക്ക്, അതായത് വൈഷ്ണവർക്ക് വസ്ത്രദാനം, മറ്റു ദാനങ്ങള്, ഗോദാനം എന്ന് എടുത്തെടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ വസുദേവര് ജയിലിൽ വെച്ച് തന്നെ ഗോദാനം മനസ്സിൽ സങ്കല്പിക്കുകയും പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് നിറവേറ്റുകയും ചെയ്തു. നന്ദഗോപര് ഭഗവാന്റെ നാമകരണം ചെയ്തപ്പോൾ വസ്ത്രങ്ങളും മറ്റ് ദ്രവ്യങ്ങളും പിന്നെ പശുക്കളെയും ദാനം ചെയ്തു. അപ്പം എന്ത് കൊടുത്തിട്ടും
അതിനെ ഗോദാനം എന്ന് സ്ക്രിപ്ചറിൽ പറഞ്ഞിട്ടില്ല. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ. ഫിനിഷ്. സ്ക്രിപ്ചറിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അന്നദാനം അത് ഗോദാനമായിട്ട് അതിൻ്റെ കോമ്പൻസേഷനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് എവിടെയൊക്കെയാണോ എങ്ങനെയാണോ ഇതൊക്കെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോയൊന്നും അറിയത്തില്ല. പക്ഷേ സ്ക്രിപ്ചറിൽ എന്താണോ പറയുന്നത്, സ്ക്രിപ്ചറാണ് നമ്മുടെ ബേസിക് റെഫറൻസ്. ഞാൻ ചോദിച്ച ചോദ്യം, നമ്മുടെ യഥാശക്തി ദാനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഉപവാസ ദിനങ്ങളിൽ. അതിൽ വൈഷ്ണവദാനം വളരെ പ്രധാനമാണ്. അതൊരു യഥാശക്തി നമ്മൾ ഗോദാനത്തിന് യഥാശക്തി എന്ന് ഞാൻ എടുത്തു പറയുന്നു, നമുക്ക് ആ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷേ ഞാൻ ചോദിച്ചൊരു ചോദ്യം, അവിടെ ഗോ സേവ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. പശുവിന് വേണ്ടിയിട്ട്, അതായത് ഗോക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യഥാശക്തി നമ്മളൊരു സേവനം ചെയ്തു. പക്ഷെ പശുവിനെ ദാനം ചെയ്തില്ല. മാതാജി പറഞ്ഞു പശുവിനെ ദാനം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ദാനം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് പശുക്കളെ ദാനം ചെയ്യാൻ എങ്ങനെ സാധിക്കും ഫിസിക്കലി, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കും? പശുക്കളെ ദാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ സാധിക്കും? പശുവിന് വേണ്ട ആഹാരങ്ങൾ അത് എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അത് പശുവിനെ ദാനം ചെയ്യുന്നത് നമ്മൾ ഗോസേവനം ചെയ്തു, ദാനം ചെയ്തിട്ടില്ല, സേവനം ചെയ്തതേ ഉള്ളൂ. ദാനം എങ്ങനെ സാധിക്കും? ആ പശുവിന് വേണ്ട പശുവിന് ചെലവാകുന്ന സാധിക്കാത്തവർക്ക്, അത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് പ്രഭുജി അങ്ങനെ നമ്മൾ ഗോശാലയിലേക്ക് കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്തിട്ട് അവരതിനെ പറ്റിയിട്ട് നമുക്ക് കാണിച്ചു അതായത് തരും. ഞാൻ അവര് കൊടുക്കുന്നു ഇവര് കൊടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ എങ്ങനെ ഗോദാനം ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള പൈസ നമ്മൾ കൊടുക്കും. ഇവിടെ കൂടിയിരിക്കുന്ന സംഘടിപ്പിച്ച് നമുക്ക് എങ്ങനെ ഗോദാനം ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇവിടെ കണ്ട് അടുത്ത ക്ഷേത്രത്തിൽ പശുവിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. മാതാജി ചെയ്യുന്നുണ്ടോ? ഇവിടെ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം ഈ സമയത്ത് ഈ വൈശാഖത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചത് പശുവിനെ ദാനം ചെയ്തോ എന്നാ ചോദിച്ചത്. അതെ, ഉണ്ട്. എല്ലാ ഉപവാസങ്ങളിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഇതാ ഞാൻ ചോദിച്ചു, ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല പ്രഭുജി. അപ്പൊ എങ്ങനെ നമുക്കത് സാധിക്കും എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. നമുക്ക് പശുവിന്റെ പാലോ മറ്റോ ഇങ്ങനെയുള്ള തൈര്, നെയ്യ് ഇങ്ങനെയൊക്കെ ഉള്ളത് ദാനം ചെയ്യാം. അല്ലാതെ നമുക്ക് പശുവിനെ ദാനം ചെയ്യാൻ അത് വലിയ വിലയാണ്, നമ്മളെ കൊണ്ട് സാധിക്കില്ല എല്ലാവർക്കും. ഇല്ല പറഞ്ഞോട്ടെ. അപ്പൊ നമ്മളിവിടെ എല്ലാം പശുവിനെ നമ്മൾ സേവനം ചെയ്യുകയുള്ളൂ, പശുവിനെ ദാനം ചെയ്തില്ല. ഗീതാ മഹാത്മ്യത്തിൽ എന്ത് പറയുന്നു? ഗീതാ മഹാത്മ്യത്തിൽ എന്താ പറയുന്നത്? ഗീതാ മഹാത്മ്യത്തിൽ എന്ത് പറയുന്നു? ഭഗവത്ഗീതയിലെ ഭഗവത്ഗീത കൊടുത്താൽ മതി പ്രഭു. മുഴുവൻ ഇത്രയും കൂലംകുഷിതമായി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഭഗവത്ഗീത പൂർണ്ണമായും ഉപവാസ ദിനത്തിൽ വായിക്കുക. ഇത്രേ പറഞ്ഞു വന്നുള്ളൂ. മുഴുവൻ ഉപനിഷത്തുകളും ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ ഭഗവത്ഗീത വായിച്ചിരിക്കണം. ഉപവാസ ദിനത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവത്ഗീത വായിക്കണം, പഠിക്കണം. അപ്പോൾ മാത്രമേ ദാനത്തിന് പരിപൂർണതയിൽ എത്തുകയുള്ളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കട്ടെ പ്രഭു? വായിച്ചാട്ടോ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ.
പാഠേ സമർത്ഥ സമ്പൂർണേ തദോർത്ഥം പാഠമാചരേത് തഥാ ഗോദാനജം പുണ്യം ലഭതേ നാത്ര സംശയഃ. ഉം. ഹരേ കൃഷ്ണ പ്രഭു. അർത്ഥം അർത്ഥം അതെ, ഇതില് പ്രത്യേകിച്ച് അർത്ഥമില്ല, ശ്ലോകം മാത്രമാണ്. ആ ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ നമ്മുടെ ആ ഗോദാനം ചെയ്യുന്ന പുണ്യം ലഭിക്കുന്നു. അപ്പം നമ്മുടെ മാത്രം യഥാശക്തി നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുകയും യഥാശക്തി ധനപരമായി, കായികപരമായി, മാനസികപരമായി യഥാശക്തി നമ്മൾ ദാനം ചെയ്യുകയും അതോടൊപ്പം ഭഗവത്ഗീത ഭാഗവതം പഠിക്കുകയും ചെയ്യണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ഉപവാസത്തിന് ഒരു പരിപൂർണതയിലെത്തുകയുള്ളൂ. വഞ്ചകൽപ്പതരൂപ്യച്ച കൃപാസിന്ധൂപ്യവച പരിധാനം പാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ. ക്ഷമിക്കണം, ഇത്തിരി ചില സമയത്ത് ഞാൻ ഒത്തിരി ശബ്ദം കൂട്ടിയതിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. അതല്ലെങ്കിൽ സമയം തീരത്തില്ല. കിസീസ് ആദികർത്തപ്പു എൻ്റെ കണ്ടത്തിന് പിടിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. എല്ലാരും അങ്ങ് സ്റ്റണ്ടായി നിൽക്കുമായിരുന്നു. പ്രഭു എല്ലാരെയും കൊണ്ട് ഓരോ പശുവിനെ ഇത് ഇന്ന് തന്നെ വാങ്ങിച്ച് കുടിപ്പിക്കും എന്നുള്ള പേടിച്ചിരിക്കുമായിരുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. ഹരേ കൃഷ്ണ. പിന്നെ ഗോദാനം, അതുപോലെ പശു സേവ എല്ലാം ഭഗവത്ഗീത മാത്രം വായിച്ചാൽ മതി. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. എല്ലാ ഏകാദശി തോറും നമ്മൾ അത് ചെയ്തു വരുന്നു. ഭഗവത്ഗീതയും ഭാഗവതം ഇതെല്ലാം ഫുള്ളായിട്ട് വായിക്കാനുള്ള അവസരമുണ്ട്. അത് നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ പ്രത്യേകം അങ്ങനെ ഒരു കൃപ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാ പൗർണമി ദിനങ്ങളിലും ഏകാദശി ദിനങ്ങളിലും നമുക്ക് മൊത്തം കംപ്ലീറ്റ് വായിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക. പ്രഭുജിയോട് ആദരപൂർവ്വം യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മള് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ വൈഷ്ണവേഭ്യോ നമോ നമ. हरे कोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ के हरे कृष्णा महामंत्र की श्रीला प्रभुपाद की जय. श्री आनंद पद्मनाभ स्वामी की जय. हरे कृष्णा प्रभु जी. धन्यवाद प्रणाम. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു.